ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്വിസ്റ്റ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ റോ കോട്ടൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കട്ട് ബീഡ്സ് വേണം ഗോൾഡൻ കളറിൽ, പിന്നെ നമുക്ക് ഷുഗർ ബീഡ്സും വേണം. അത് രണ്ടും ഗോൾഡൻ കളറാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാറ്റേൺ വന്നിട്ട്. നമ്മൾ ഫസ്റ്റ് എപ്പോഴും പറയണ പോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു ഷോൾഡറിൻ്റെ ഒരു ടോപ്പിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് താഴേക്ക് ഒരു 11 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് എത്രയാണോ വേണ്ടത്, ഒരു 13 ഇഞ്ചോളം നമുക്ക് എടുക്കാം. താഴേക്ക് കൊണ്ടുവരിക, നീളത്തിലും വരയ്ക്കുക. രണ്ട് സൈഡിലും ഒരേ ലെങ്തിൽ വരച്ചിട്ട് അതിന് ഒരു ബോക്സ് പോലെ ഒന്ന് ജസ്റ്റ് ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പ്ലെയിനായിട്ട് അങ്ങ് വരച്ച് പോകരുത്, ജസ്റ്റ് ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ താഴേക്ക് ഒരു സ്റ്റെമ്മൊക്കെ ആയിട്ട് ഇതാ വന്ന് സെൻറ്റർ ഭാഗത്തേക്ക്, നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ കുറച്ച് സ്റ്റെംസും ലീഫും അങ്ങനെ ആക്കി നമ്മൾ ആ ഒരു ബോക്സിനകത്ത് ഉൾക്കൊള്ളുന്ന വിധത്തിൽ വരച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു ബോക്സിനകത്ത് ഫുള്ള് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, കുറച്ച് റൗണ്ട് ബീഡ്സ്. അപ്പോൾ അതാണ് അവിടെ ഞാൻ റൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലീഫും സ്റ്റെമ്മും ഫ്ലവറും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ള് ബീഡ്സ് കൊണ്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ മെറ്റീരിയലിലേക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കണ്ടോ, നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലേക്കാണ് സ്റ്റെമ്മും ലീഫും ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലവറൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ 2-3 സ്റ്റെം പോയിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വീണ്ടും ഒരു 3 ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ താഴേക്കൊരു സ്റ്റെം വന്നു. ശേഷം വീണ്ടും ഒരു 3 കുഞ്ഞു ഫ്ലവേഴ്സ് റൗണ്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വീണ്ടും ഒരു 2-3-4 സ്റ്റെം ഇങ്ങനെ വന്നിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ നമുക്ക് ആ ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കുന്ന ഭാഗം ഫുള്ള് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ലീഫിൻ്റെ ആ ഒരു പെറ്റിൽ വരുന്ന വിധത്തിൽ വേണം ആ ഒരു ഡിസൈൻ വരച്ചൊന്ന് കൊടുക്കാനായിട്ട്. ഇനിയിപ്പം ഞാൻ ആ സ്റ്റെമ്മൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ബീഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ബീഡായിട്ട് ഫിക്സ് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കട്ട് ബീഡ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഷുഗർ ബീഡ് മതിയെങ്കിൽ ഷുഗർ ബീഡ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫിന് വരുമ്പോൾ കട്ട് ബീഡ്സ് കൊടുത്താൽ മതി. അങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സും ലീഫും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഡിസൈനല്ലേ. അപ്പം നമുക്ക് നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. പിന്നെ ഇത് ഏത് കളർ മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്യാം. കഴിവതും റോ കോട്ടൻ്റെ സ്ലബ് സിൽക്ക് അതുപോലുള്ള ഫാബ്രിക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ജോർജറ്റിൽ ചെയ്താലും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെമ്മ് കംപ്ലീറ്റ് ആക്കി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ നീഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഞ്ഞു ബീഡ്സുകളൊക്കെ നമുക്കതിൽ കയറാൻ പറ്റുന്നത്. അപ്പം ചെറിയ നീഡിൽ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. നീഡിൽ നമ്പർ 12 ആണ് ഏറ്റവും നല്ലത് കേട്ടോ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു ലീഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു 3 to 4 അല്ലെങ്കിൽ 4 to 5 ബീഡ്സ് നീഡിൽ ത്രെഡിലും എടുത്തിട്ട് സൈഡിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നമ്മൾ ലീഫ് സ്റ്റിച്ച് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഈ ലീഫൊക്കെ ചെയ്യുന്നത് ഒന്നും നിങ്ങൾ ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയണതാണ് ലോക്കിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ഓരോ ബീഡ്സിനും ഒന്ന് ലോക്കിട്ട് കൊടുത്തിട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതേപോലെ ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഫിൻ്റെ ഇടയിൽ ചെറിയ ഓരോ പെറ്റൽ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു 5 ബീഡ്സ് എടുക്കുക. ഇതേപോലെ ഒന്ന് രണ്ട് സൈഡിലേക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളെല്ലാ ബീഡ്സുകളും ചെയ്യുമ്പോഴും ലോക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞു ഫ്ലവേഴ്സ് ഞാൻ ഈ ഒരു റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ്.
അപ്പോൾ ആ ബീഡ് ഞാൻ സെൻറ്ററിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം അതിന് ചുറ്റും അതിന് ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. ലോക്കിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗത്തായിട്ടും ബീഡ് നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാണ് കേട്ടോ ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. കാരണം നമ്മളത് പല കളേഴ്സിൽ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഫ്ലവറും കൂടെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനും കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ബീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു അളവായിരുന്നു ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവെടുത്തത്. കുറച്ചും കൂടെ വലുപ്പമുള്ളതാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും ലോക്ക് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ പോണ്ടിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഒരു ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും പിന്നെ ബീഡ്സുകളും ഒക്കെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കായിരിക്കും ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.